തൊഴിലാളികളെയും സംഘടിപ്പിച്ച് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ശ്രീകണ്ഠൻ നായർ കൊല്ലത്തു നിന്ന് തന്നെ ലോകസഭയിലെത്തി. അങ്ങനെ തൊഴിലാളികളുടെ മനസ്സിൽ ശ്രീകണ്ഠൻ നായർ എന്ന വ്യക്തിത്വം വലിയ സ്വാധീനവും ചലനവും സൃഷ്ടിക്കുവാൻ ഇത് കാരണമാക്കി. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനിടയിൽ മാനേജ്മെന്റുകളുടെയും പോലീസിന്റെയും ശക്തമായ നേരിടലുകൾക്ക് മുന്നിൽ ശ്രീകണ്ഠൻ നായരുടെ പതറാതെയുള്ള നിൽപ്പ് തൊഴിലാളികളെ സധൈര്യം മുന്നോട്ട് നയിച്ചു. അവർ സംഘടിത ശക്തിയായി അവകാശങ്ങൾക്കായി പോരാടി. ശ്രീകണ്ഠൻ ഞാനുമായി 1920 പരിചയപ്പെടുകയും അതിനുശേഷം എല്ലാ രാഷ്ട്രീയ തൊഴിലാളി സമരങ്ങളിലും അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുകയും 3 പ്രാവശ്യം പല ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ജയിലിൽ പോവുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അവസാനമായി 1948 മെയ് മാസം 27 കൊല്ലം തൊഴിലാളികൾക്കും ചവറ തൊഴിലാളികൾക്കും ബോണസിന് വേണ്ടിയും കൂലിക്കൂടുതലിന് വേണ്ടിയും സമരം ചെയ്തതിനും ഞങ്ങളെ അടിച്ച് ക്രൂരമായി വർത്തിക്കുകയും ജയിലിലടക്കുകയും ശ്രീകണ്ഠൻ ഉൾപ്പെടെ മലബാർ വേണു തുടങ്ങിയുള്ള പല നേതാക്കളെയും ജയിലിലാക്കുകയും അങ്ങനെ ഞങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അന്നു മുതൽ ഞങ്ങൾക്ക് 1952 വരെ KSPക്കാരായും അത് കഴിഞ്ഞ് KSP RSP ആയും പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ നിലയിൽ പ്രവർത്തിച്ചു വന്ന് സഖാവ് ശ്രീകണ്ഠൻ ചേട്ടന് 1939 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മനഃപൂർവ്വം ശ്രീകണ്ഠൻ ചേട്ടന്റെ കൂടെ നിന്ന് വാത്സല്യത്തോടുകൂടി വളർത്തിയെടുത്ത ബേബി ആന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അന്ന് ശ്രീകണ്ഠൻ ചേട്ടനോടൊപ്പം കൊല്ലത്ത് നിന്ന് കടവൂർ ശിവദാസൻ, ചവറയിൽ നിന്ന് P. ഹരിദാസനായ ഞാൻ അന്ന് ആ പാർട്ടിയിൽ പോയി അങ്ങനെ പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷം ഒരുപാട് സമരങ്ങളും ടൈറ്റാനിയത്തിൽ തന്നെ ഈ ടൈറ്റാനിയം പാർട്ടിയിൽ തന്നെ കൂലിക്കൂടുതലിനും ബോണസിനും വേണ്ടി ആദ്യമായി സമരം ചെയ്യുകയും ജയിലിൽ പോവുകയും ചെയ്ത് സഖാവ് ശ്രീകണ്ഠൻ ചേട്ടനും ഇരിക്കുന്ന ശശാങ്കം പിള്ളയുള്ള പ്രവർത്തകരുമായിരുന്നു. അന്ന് എൻ്റെ യൂണിയന്റെ കല്യാൺജിയാണ് ഇദ്ദേഹം. ഞാനായിരുന്നു അന്ന് സെക്രട്ടറി യൂണിയന്റെ. ശ്രീകണ്ഠൻ ചേട്ടനാണ് പ്രസിഡന്റ്. അങ്ങനെ ഞങ്ങളും അല്ലാതെ പിന്നെ രാഷ്ട്രീയമായി ഒരുപാട് കേസുകളും ഒരുപാട് സമരങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചവറ മിനറൽസ് കമ്പനികളിൽ എല്ലാ കമ്പനിയിലും ശ്രീകണ്ഠൻ ചേട്ടൻ പിക്കറ്റിങ്ങും സത്യാഗ്രഹവും തൊഴിലാളികളെ കൊണ്ട് നടത്തിക്കുകയും അതിനോടൊപ്പം TMC എന്ന് പറയുന്ന കമ്പനിയിൽ കുഴിയും പിടിച്ചുകൊണ്ട് അവൻ്റെ ആപ്പിൽ തന്നെ വാതൊക്കെ വന്നു എന്ന് പറഞ്ഞു. തടിയൻ സാഹിബ് എന്ന് പറയുന്ന ഒരാളാണ്. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു പറിക്കാമെന്നും ഞങ്ങൾ കുസ്തി നടത്തി. അത് ശ്രീകണ്ഠൻ ചേട്ടൻ കണ്ടുകൊണ്ടും ശ്രീകണ്ഠൻ ചേട്ടൻ പിടിച്ചു കളി. അങ്ങനെ ഒരു തൊഴിലാളിയെ ആരെങ്കിലും ഉപദ്രവിക്കുന്നതായി കണ്ടാൽ ഒരിക്കലും അത് കണ്ടുകൊണ്ട് പോകുന്ന സ്വഭാവം ശ്രീകണ്ഠൻ ചേട്ടനില്ലായിരുന്നു. ആ നിലയിലാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 1947 കഴിഞ്ഞതിന് ശേഷം 5 പാർലമെന്റ് മെമ്പർസ്ഥാനം ഈ കൊല്ലം മാവേലിക്കര ചവറ മണ്ഡലങ്ങളിൽ നിന്നും അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതായത് മരിക്കുന്ന ദിവസം ഞാനും സഖാവ് ശ്രീകണ്ഠൻ നായരും മഹേശ്വരി അമ്പികയും തിരുവനന്തപുരത്ത് പോയി. അവിടെ പോയി മുഖ്യമന്ത്രി കരുണാകരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ഏതാണ്ട് കുറേ പാർട്ടി കാര്യങ്ങൾ അവർ പറഞ്ഞു ഇറങ്ങി വന്ന് അവിടുത്തെ നേരെ ആർഭാദേശങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ചാപ്പാട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ്
അന്ന് അദ്ദേഹം കാണുന്ന ഒരു ആക്സിഡന്റ് തിരുവനന്തപുരത്ത് പൈ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞ യാതൊരു കാരണവശാലും ഒരു മിനിറ്റ് ഇനി യാത്ര ചെയ്യാൻ പാടില്ല. കേൾക്കാതെ പറഞ്ഞ എനിക്ക് നാളെ കോട്ടയത്ത് സമ്മേളനത്തിന് പോകണം, തോട്ടം തൊഴിലാളികളെ. അതിനുവേണ്ടി പോയി ശങ്കരമംഗലം മുക്കിൽ ഒരു 11 മണിക്ക് നിൽക്കുമ്പം ഒരു റേഡിയോ വാർത്ത കേട്ട് മരിച്ചുപോയി. ഉടനെ തന്നെ ഞാൻ കടമ്പൂർ മന്ത്രിയെ വിളിച്ച് എൻ്റെ വെച്ച് നമുക്ക് CK മെമ്മോറിയൽ ഹാളിലേക്ക് കൊണ്ടുവരും. രാത്രി 8 മണിക്കും അതുവരെ തിരുവനന്തപുരത്താണ്. ഞാൻ ഇന്നോട് വരണ്ട, കൊല്ലത്തും ചവറയിലും വേണ്ടുന്ന സജ്ജീകരണം അവിടെ ഞങ്ങൾ ടൈറ്റാനിച്ച് ആളിനെല്ലാം കൂട്ടി 5 മണിയായില്ലേ, 5 മണിയായപ്പോൾ പെരുമഴ. ആ സമയത്ത് ജനം കൊണ്ടുവന്നു. ആൾ മണ്ണുള്ളിൽ ആ ടൈറ്റാനത്തിൻ്റെ വാതക്കൽ ആളായിരുന്നു. ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ നേരെ അമ്പലപ്പുഴ പോയി. പിന്നെ തിരിച്ചു വന്നു. അതിന് ശേഷം പിന്നെ ആ യൂണിയൻ്റെ പ്രവർത്തനം ശരിയാകത്തില്ല എന്ന് ബോധ്യമായി സഹാക്കളെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്കിഷ്ടമായ പാർട്ടിയല്ല, നിങ്ങളെ ചേർന്ന് യൂണിയൻ പ്രവർത്തനം നടത്തിക്കണം. ഇനി ഞാനില്ല, ശ്രീകണ്ഠൻ ഞാനില്ലാത്തതുകൊണ്ട് ഞാനുമില്ല. അങ്ങനെ എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നിർത്തി. പിന്നെ എൻ്റെ രാഷ്ട്രീയ സമരക്കാരന് ഫ്രീഡം ഫൈറ്ററാണ് ഞാൻ. പുന്നപ്പുറ വയനാട് കേസ് സഖാവ് ശ്രീകണ്ഠൻ നായരെയും കണ്ണംതോർത്തിയ നടത്തുന്ന നായരെയും ഒത്തുകൊടുക്കാത്തതിൻ്റെ പേര് അന്നത്തെ പോലീസ് ഇ.ഡി. ഉണ്ണിത്താനും I.D. പരമേശ്വരപിള്ളയും എന്നെ മനഃപൂർവ്വം പുന്നപ്പുറ കേസിൽ കുരുക്കി ജയിലിലടച്ചു. ഞാൻ ഒരു കൊല്ലത്തിലെ 3 ദിവസത്തെ കുറവോടുകൂടി എന്നെ പുന്നപ്പുറ കേസിൽ ഒഴിവാക്കി. 47 ഈ സമരം തീർന്നപ്പോൾ അങ്ങനെ ഞാൻ ഒഴിവായത്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിച്ചേർന്ന ശ്രീകണ്ഠൻ നായർ കൊല്ലത്തെ തൊഴിലാളികൾക്ക് മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. കൊല്ലത്തെ AD കോട്ടൺ മില്ലിലെ തൊഴിലാളികൾ പണിമുടക്കി പ്രകടനം നടത്തവേ അത് തടയാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കായികമായി നേരിട്ട സംഭവം കേരളത്തിൽ തന്നെയല്ല മറുനാട്ടിലും ചർച്ച ചെയ്യപ്പെട്ടു. സോവിയറ്റ് യൂണിയനിൽ പൊട്ടിപ്പടർന്ന പുതിയ പ്രഭാതത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ഹർഷപുളകിതരായപ്പോൾ ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ അന്നതിന്റെ ഭാഗമാകാൻ വിസമ്മതിച്ചിരുന്നു. സോഷ്യലിസത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലേക്കുള്ള രാജപാതയാണ് സോവിയറ്റ് യൂണിയൻ നിർവഹിക്കുന്നത് എന്ന് ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ വിശ്വസിച്ചില്ല. കൊല്ലം ചന്ദനത്തോപ്പിൽ രാമൻ, സുലൈമാൻ എന്ന 2 തൊഴിലാളികളുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട ശ്രീകണ്ഠൻ നായരുടെ സ്മരണ കൊല്ലത്തുകാർക്ക് ഇന്നും ആവേശമാണ്. സമൂഹത്തിൽ സ്വേച്ഛാധിപത്യമാണ് സംഭവിക്കുന്നതെന്നും സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടുകയാണെന്നും അന്ന് ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കി. അതിനെതിരെ വിരൽ ചൂണ്ടുക മാത്രമല്ല, വിപ്ലവത്തിന്റെ വഴി അതല്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. വർഗാധിപത്യം സ്വേച്ഛാധിപത്യമല്ലെന്നും മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിഷ്ഠമായ ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ ജനങ്ങളുടെ അവകാശം നിറവേറ്റുവാനും സംരക്ഷിക്കാനും കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചരിത്രകാരന്മാരോ ചരിത്ര വിദ്യാർത്ഥികളോ സ്നേഹധനനായ ശ്രീകണ്ഠൻ ചേട്ടന്റെ ത്യാഗനിർഭരമായ ജീവിതം പഠിക്കുവാനോ പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാനോ തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ല. പുന്നപ്പുറ വയനാടിനെ സംബന്ധിച്ചുള്ള രചിക്കപ്പെട്ട വയനാടെന്ന് പറഞ്ഞ പുസ്തകം അത് ഗവൺമെന്റ് നിരോധിച്ചതായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ജയിലിൽ കിടക്കുമ്പോഴാണ് ഇവിടുന്ന് അമ്മ മരിക്കുന്നത്. അമ്മയുടെ ഏക മകനാണ്. മകനെ അവസാന കാലം ഒന്ന് കാണാൻ അമ്മയ്ക്കൊരു ഭാഗ്യം ഉണ്ടായിട്ട് 2 പേർക്കും അന്യോന്യം കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ സമയത്ത് ജയിലിലായിരുന്നു. ജയിലിൽ അന്നേരം വാർത്ത കൊടുത്തിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോരാനും ഒക്കത്തില്ല. വിവാദം ഗവൺമെൻറ് അത് കൊടുക്കുന്നുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്നപ്പം മനസ്സിൻ്റെ വിഷമം മുഴുവനും
ഒന്നും എങ്ങനെയാണെന്നുള്ള ഒരു വിഷമം കൊണ്ട് കുറേ പുസ്തകമൊക്കെ പേപ്പർ വാങ്ങിച്ച് അത് എങ്ങനെയായിരുന്നു അമ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. ഒരു വിലാപകാവ്യം പോലെയുള്ള ഒരു വേദനാജനകമായൊരു ബുക്കാണത്. അത് വായിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നത് കണ്ണുനീര് വാർക്കാതെ ആ പുസ്തകം വായിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ അങ്ങനെ ആ പുസ്തകം കഴിഞ്ഞതിന് ശേഷം വേറെ പല പുസ്തകങ്ങൾ എഴുതി. അവസാനമായിട്ട് എഴുതിയത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയർ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് 5 വർഷം കൊണ്ട് അതിൻ്റെ ജോലി പൂർത്തിയാക്കി ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പാണ് മരണം ഉണ്ടായത്. രാഷ്ട്രീയ വ്യക്തിത്വമുള്ള പിതാവിന്റെയും ഭർത്താവിന്റെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് സ്വയം മനസ്സിലാക്കി ഉറച്ച തീരുമാനവുമായിട്ടാണ് മഹേശ്വരി അമ്മ പൊതുരംഗത്ത് പ്രവർത്തിച്ചത്. സ്ത്രീകളുടെ പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഔദ്യോഗിക തലങ്ങളിൽ തീരുമാനമെടുപ്പിക്കുന്നതിൽ അന്നത്തെ പ്രമുഖയായിരുന്നു മഹേശ്വരി അമ്മ. പൊതുപ്രവർത്തന പാരമ്പര്യത്തിൽ അന്തസ്സും മഹത്വവുമേറിയ പ്രവർത്തന പശ്ചാത്തലം, എഴുത്തിലും വായനയിലും പാരമ്പര്യമായി കിട്ടിയ സരസ്വതി കടാക്ഷം, മഹത്വമാർന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജന്മം കൊണ്ട് ജന്മസമ്പാദ്യമായി ലഭിച്ച കഴിവുകൾ, ഇന്നും ജനനന്മയ്ക്കായി സ്വയം സമർപ്പിച്ച ജീവിതം. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്, പക്ഷെ വളർന്നത് അമ്പലപ്പുഴയാണ്. എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു. അച്ഛൻ സംസ്കൃതം പഠിപ്പിക്കുന്ന ആർട്സ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നു. അമ്മ പെൺപള്ളിക്കൂടത്തിലെ ഒരു വാദ്യരായിരുന്നു. ഞാൻ ആദ്യം പഠിച്ച അമ്പലപ്പുഴയാണ്. അത് കഴിഞ്ഞ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥയാണല്ലോ അമ്മ. അമ്മയെ ഓരോ സ്ഥലത്തേക്കും സ്ഥലം മാറ്റുന്നതനുസരിച്ച് ഞാനും അതത് സ്ഥലത്ത് പോയി പഠിക്കും. ഇങ്ങനെ സർക്കാർ ഉദ്യോഗത്തിൽ കഴിയുന്ന അധ്യാപകരുടെയും അതുപോലുള്ള ആളുകളുടെയും കുട്ടികൾക്ക് പഠിത്തം ശരിയായിട്ട് നടത്താൻ കഴിയത്തില്ല എന്ന് അക്കാലത്ത് തന്നെ എനിക്ക് ബോധ്യമായി. അന്ന് വലിയ രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു കുട്ടികളുടെ ഇടയിലും നാട്ടിലും തന്നെ. അന്ന് പിന്നെ കായിക വിനോദം പോലും വലുതായിട്ടില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ഫോറത്തിൽ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ പന്തുകളിയിലും ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരു അധ്യാപകൻ വന്നു. ഗോപാലുള്ള എന്ന ഒരു അധ്യാപകൻ. അങ്ങനെ ഞങ്ങളെല്ലാം പന്ത് കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ പ്രേരിപ്പിച്ചു. അങ്ങനെ സെക്കൻഡ് ഫോറം തൊട്ട് ഓട്ടവും ചാട്ടവും പന്തുകളിയും ഒക്കെ ആയിട്ട് ഞാൻ വളർന്നു. തിരുവനന്തപുരത്ത് ഞാൻ MA പഠിക്കുമ്പോൾ ആണ് ആധുനികമായ രാഷ്ട്രീയ പ്രക്ഷോഭണം ആദ്യമായിട്ട് ഉടലെടുത്തത്. രാമസ്വാമിയർ ദിവാൻജിയായി ഇരിക്കുന്ന കാലം അദ്ദേഹത്തിനെതിരായി സ്റ്റേറ്റ് കോൺഗ്രസും പ്രക്ഷോഭണങ്ങളും ഒക്കെ ഉണ്ടായി. ആ പ്രക്ഷോഭണങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ MA എഴുതി കഴിഞ്ഞ് അമ്പലപ്പുഴ പോയി താമസിക്കുകയാണ്. ശ്രീകണ്ഠൻ ചേട്ടനും എൻ്റെ പിതാവ് ശ്രീ വർഗീസ് വൈദ്യനും തമ്മിലുണ്ടായിരുന്ന ഒരു വലിയ ബന്ധത്തെക്കുറിച്ച് എനിക്ക് നല്ല ഓർമ്മകളുണ്ട്. ഒരുപാട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്കൊന്ന് അവരുടെയൊക്കെ 20 വയസ്സ്, ആ സമയത്ത് 20കളിലാണ് അവരൊന്ന് കണ്ടുമുട്ടുന്നത്. വർഷമല്ല, അവരുടെ പ്രായം. അന്ന് വൈദ്യന് തേവലക്കര കണ്ണു വൈദ്യശാല എന്ന് പറയുന്ന ആലപ്പുഴയിൽ വിച്ചേരി ജംഗ്ഷൻ തൊട്ട് മുമ്പ് ഒരു വൈദ്യശാല ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വൈദ്യനായിരുന്നു. രാവിലെയും വൈകുന്നേരവും വൈദ്യവൃത്തിയും ബാക്കിയുള്ള സമയം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തനമായിട്ട് നടന്നിരുന്ന കാലം. ആ കാലത്താണ് TV തോമസും ശ്രീകണ്ഠൻ ചേട്ടനുമൊക്കെ അവിടെ വന്ന് പെടുന്നതും അവർ തമ്മിലൊരു പരിചയമാകുന്നതും. അപ്പോൾ ആ വൈദ്യശാല അന്ന് എൻ്റെ പിതാവ് വന്ന വൈദ്യൻ ഒറ്റയ്ക്ക് ഉള്ള സമയമാണ്. അപ്പോൾ ഈ സുഹൃത്തുക്കൾ, ആ പ്രായക്കാർക്ക് വന്ന് കൂടാനുള്ളൊരു സങ്കേതമായി ആ വൈദ്യശാല മാറുകയാണ്. അത് ആ പൂപ്പള്ളി തറവാടിൻ്റെ പൂപ്പള്ളി കുട്ടിച്ചൻ എന്ന് പറയുന്ന അന്ന് പ്രഗത്ഭനായ കുട്ടിച്ചൻ്റെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ്. അപ്പോൾ അതിന് പാരലായിട്ട് സംഭവിച്ച കാര്യം, ശ്രീകണ്ഠൻ ചേട്ടൻ അന്ന് യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. അപ്പം CPക്കെതിരെയും CPയുടെ ഭരണത്തിനെതിരെയും ദിവാൻ ഭരണത്തിനെതിരെയും ശക്തമായി അദ്ദേഹം അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അമ്പലപ്പുഴ.